ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും? ഇന്നിതാ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ 65ന്റെ റെസിപ്പിയാണ്. നല്ല കിടിലൻ ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ പക്ക നമ്മൾ എല്ലാവരും പുറത്തു പോയാൽ കഴിക്കുന്നൊരു ഐറ്റമാണ് ചിക്കൻ 65. അപ്പോൾ ഈ ഒരു വെറൈറ്റി ചിക്കൻ 65 എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ 500 ഗ്രാം ചിക്കനായിട്ട് എടുത്ത് നമ്മൾ ചെറിയ പൊരിക്കാനൊക്കെ കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്ത പീസുകളാണ്. നമ്മൾ സാധാരണ 65 നമ്മൾ സാധാ പൊരിക്കാനൊക്കെ എടുക്കൂലേ, കറി വെക്കാനൊക്കെ എടുക്കും, അതുപോലെയുള്ള പീസുകളാണ്. ഞാനിപ്പോൾ എല്ലുള്ള പീസുകളാട്ടോ എടുത്ത്. എനിക്ക് എല്ലില്ലാത്ത പീസ് എടുക്കുന്നതിനേക്കും കുറച്ചുകൂടി ഇഷ്ടം എല്ലുള്ള പീസുകളോടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ടായാലും എടുക്കാം, ബോൺലെസ് ഉള്ള ആയാലും എടുക്കാം, ആണെങ്കിൽ ഇനിയിപ്പം ബോണുള്ള അതുപോലെ ഇതുപോലത്തെ പീസുകൾ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഫീൽ ചെയ്തത് ബോണുള്ളതാണ്. മറ്റേത് വെറും ചിക്കൻ്റെ ഇറച്ചി മാത്രം ഇങ്ങനെ കഴിക്കണ്ടേ. അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണ്, 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇവിടെ മാറ്റിയേക്കാം. അരമണിക്കൂർ 20 മിനിറ്റൊക്കെ വെക്കാം. നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ചെറുനാരങ്ങ ഉപ്പൊക്കെ നന്നായി ചിക്കനിൽ പിടിച്ച് നല്ല സോഫ്റ്റായി കിട്ടട്ടെ. നമ്മളെപ്പോഴും ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഒന്ന് വേണം മാറ്റിയേക്കാം. ഇനി അവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്തി കൊടുക്കുകയാണേ. പിന്നെ തൈരിനോട് കൂടെ തന്നെ ഇത് ശരിക്കും നമ്മൾ ചിക്കനിലേക്ക് ഇട്ടാലും മതി, പക്ഷെ തൈര് ഇങ്ങനെ കട്ടകട്ടായി കിടക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതെക്കാൻ ആദ്യം തന്നെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ചിക്കൻ ഉണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ടാട്ടോ. മറ്റേതാടെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതുമാണല്ലോ. അപ്പം ഈ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു പിഞ്ച് സാൾട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ചിക്കനിലൊക്കെ ഉള്ളത് മറ്റേതിൽ ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമ്മൾ ആ ഒരു പെർഫെക്റ്റ് കളറും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു പിഞ്ച്, അതായത് 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഫുഡ് കളർ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് റെഡ് ഫുഡ് കളർ. ഇത് നിങ്ങൾക്ക് തികച്ചും ഓപ്ഷണലാണ്, അവോയ്ഡ് ചെയ്യുക. പക്ഷെ ആ ഒരു പെർഫെക്റ്റ് കളറൊക്കെ കിട്ടാൻ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പെർമിറ്റഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കളർ യൂസ് ചെയ്യും. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. കണ്ടോ, നന്നായിട്ട് നമ്മളെ തൈരിൻ്റെ കൂടെ എല്ലാം കൂടെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളെ അരിപ്പൊടി. നമ്മളെ ചിക്കൻ നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതേപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയും ചേർക്കും. എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മളെ ബാറ്റർ ഇവിടെ റെഡിയാണ്. കണ്ടോ, എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചിക്കനും ഇവിടെ റെഡിയാണ് കേട്ടോ. ഒരു അരമണിക്കൂറായി നന്നായിട്ട് പിടിച്ച് ചിക്കൻ്റെ കളറൊക്കെ കണ്ടോ, ഒരു വെള്ള കളറായി മാറി വന്നിട്ടുണ്ട്. ആ പിങ്ക് കളറൊക്കെ മാറി. നമ്മളെ ഇതിലേക്ക് നമ്മളെ ഇപ്പം ഉണ്ടാക്കിയ ബാറ്ററിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കും. ഇതാ നമ്മളെ ചിക്കനൊക്കെ നമ്മളെ ബാറ്ററിൽ നന്നായിട്ട് എന്താ പറയുക മുങ്ങി കോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇത് 1 മണിക്കൂർ ടു 2 മണിക്കൂർ വെച്ച് അത്രയും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് ചിക്കനിൽ പിടിക്കാൻ വെക്കുക. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ടൈമുള്ളവർ വെക്കുക. ഓക്കെ, ഒന്ന് ഇവിടെ മാറ്റി വെക്കട്ടെ. ഇനി നമ്മളെ ചിക്കന് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. എനിക്ക് വെളിച്ചെണ്ണയിൽ ചിക്കൻ പൊരിക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. നിങ്ങൾക്ക് ഓയിൽ വേണേ ഓയിൽ എടുക്കുക. നമ്മളെ ചിക്കൻ ഇതാ ഇവിടെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് എടുക്കുകയാണ്. ഇനി അതിലേക്ക് ഓരോ ചിക്കൻ പീസ് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ എല്ലാം ഇട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ പാത്രത്തിൽ 2 പ്രാവശ്യം ഇട്ടിട്ട് പൊരിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതേപോലെ നമ്മൾ നേരത്തെ ബാറ്റർ കണ്ടോ, ഇവിടെ ബാക്കിയുണ്ട് നല്ല തിക്ക് ബാറ്റർ. ഇത് നമുക്ക് ആവശ്യമുണ്ട്, കളയരുത്. അപ്പോൾ അത് ഇവിടെ മാറ്റി വെക്കട്ടെ.
അപ്പം ഞാൻ ഇതാ ചിക്കൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടിഭാഗം കൂടെ മുരിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ കണ്ടോ കോരി മാറ്റാം. അതും ഓട്ടപാത്രത്തിലേക്ക് ഇട്ടണേ, അല്ലെങ്കിൽ നമ്മളെ ടിഷ്യൂ പേപ്പറിലേക്കൊന്നും ആക്കരുത്. കാരണം എണ്ണ കുടിച്ചു ഇതില്ലാതിരിക്കാൻ എപ്പോഴും ചിക്കനൊക്കെ പൊരിച്ചാൽ എന്ത് പൊരിച്ചാലും ഓട്ടപാത്രത്തിലേക്ക് മാത്രമേ കോരാവൂ. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു പണിയോടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം പൊരിച്ചില്ലേ, ആ പൊരിച്ചതിന് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇതാ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതേപോലെ ഇതാ ഒരു 3 വലിയ ചോള വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതാ നീളത്തിൽ ഞാൻ പച്ചമുളക് ഒരു 3 എണ്ണം ചീന്തി വെച്ചിട്ടുണ്ട്, അതും ഇട്ടെടുക്കും. പിന്നെ കുറച്ച് കരിവേപ്പില്ലേ അതും ചേർത്തിക്കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കൊടുക്കും. ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലും നമ്മൾ നേരത്തെ ബാറ്ററിലായിരുന്നോ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ, അതിലേക്ക് നല്ല ടൈറ്റായിട്ട് കിടക്കുകയാണ്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്കിവിടെ ലൂസാക്കി വെക്കാം. ഞാൻ പറഞ്ഞു കളയരുത്, നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതാ ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതാ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഈ വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം തീ ഓഫാക്കുകയോ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുകയോ ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണ് നമ്മളെ വറ്റൽമുളക് ചതച്ചതും 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഇതേപോലെ ഒരു പിഞ്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് തന്നെ ചെയ്തോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. നല്ല ചൂടായി കിടക്കുകയാണ്, അതിലങ്ങ് ആയിക്കോളും. നമ്മുടെ ചിക്കനില്ലേ, ആ ചിക്കന് നേരത്തെ പൊരിച്ച് വെച്ച് ചിക്കൻ ചേർത്തി കൊടുക്കാം. ചിക്കൻ ചേർത്തി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓണാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ബാറ്ററില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ ഇതിൽ യോജിപ്പിച്ച് ഡ്രൈ ആകുന്നത് വരെ കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ മുന്നേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു ചിക്കൻ റെസിപ്പി ചെയ്തില്ലേ, അതേപോലെ ഈ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം എല്ലാവരും കണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ 65 ഇവിടെ റെഡിയാണ്. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ. ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമുക്ക് വേണ്ടിയ രീതിക്ക് അനുസരിച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.